നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇ ശ്രീധരൻ നിർദ്ദേശിച്ച അതിവേഗ റെയിൽ പദ്ധതിയാണ് കൂടുതൽ പ്രായോഗികമെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ. BJP-കാരനാണെങ്കിലും റെയിൽവേ സാങ്കേതികവിദ്യയുടെ അറിവിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ പ്രാവീണ്യം കുറച്ചു കാണേണ്ടതില്ലെന്നും മുരളീധരൻ. നരേന്ദ്രമോദിക്കും പിണറായി വിജയനും ഒരേ ശബ്ദമാണെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ MP. യൂത്ത് കോൺഗ്രസ് പാലക്കാട് ജില്ലാ പ്രസിഡന്റ് KS ജയഘോഷ് നയിക്കുന്ന പദയാത്ര കൂറ്റനാട് സെന്ററിൽ ഷാഫി ഉദ്ഘാടനം ചെയ്തു. പത്തു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കാവിലക്കാട് ദേവീക്ഷേത്രത്തിലെ പൂരമഹോത്സവത്തിന് മാറ്റുകൂട്ടി ഗംഭീര വെടിക്കെട്ട്. നിയന്ത്രണങ്ങളുടെ പേരിൽ വർഷങ്ങളായി കുന്നംകുളം മേഖലയിലെ ഉത്സവങ്ങളിൽ നിന്നും അകന്നുനിന്ന വെടിക്കെട്ട് തിരിച്ചെത്തിയപ്പോൾ പൂരപ്രേമികൾക്ക് ആവേശ കാഴ്ചയായി. പന്തല്ലൂർ പൂരത്തിനും വെടിക്കെട്ടിന് അനുമതി. HMC കമ്മിറ്റിയുടെ വെടിക്കെട്ട് ഞായറാഴ്ച വൈകിട്ട് 7:30. ഗുരുവായൂർ ബ്രഹ്മകുളത്ത് SFI പ്രവർത്തകനായ ഫാസിൽ കൊലപ്പെടുത്തിയ കേസ് പ്രതികളായിരുന്ന RSS BJP പ്രവർത്തകരെ തൃശൂർ 1-ാം അഡീഷണൽ സെഷൻ കോടതി വെറുതെ വിട്ടു. പ്രോസിക്യൂഷന് സംശയാസ്പദമായി കേസ് തെളിയിക്കാൻ കഴിഞ്ഞില്ലെന്ന് കോടതി. ഇ ശ്രീധരൻ നിർദ്ദേശിച്ച അതിവേഗ റെയിൽ പദ്ധതിയാണ് കൂടുതൽ പ്രായോഗികമെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ പറഞ്ഞു. ഗുരുവായൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തിന് സാമ്പത്തിക ബാധ്യത കുറവ് ഈ പദ്ധതിക്കാണ്. ഇ ശ്രീധരനാണ് കോൺഗ്രസ് ഭരണകാലത്ത് കൊങ്കൺ റെയിൽവേ പൂർത്തീകരിച്ചത്. BJP-കാരനാണെങ്കിലും റെയിൽവേ സാങ്കേതികവിദ്യയുടെ അറിവിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ പ്രാവീണ്യം കുറച്ചു കാണേണ്ടതില്ല. കോൺഗ്രസ് ഇത്തവണ CJP-യുമായിട്ടാണ് മത്സരിക്കുന്നത്. CPM BJP സഖ്യമാണ് CJP എന്നും മുരളീധരൻ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും മുഖ്യമന്ത്രി പിണറായി വിജയനും ഒരേ ശബ്ദമാണെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ MP. യൂത്ത് കോൺഗ്രസ് പാലക്കാട് ജില്ലാ പ്രസിഡന്റ് KS ജയഘോഷ് നയിക്കുന്ന ജില്ലാതല പദയാത്ര കൂറ്റനാട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നാട്ടിൽ വർഗീയതയും വിഭാഗീയതയും ആളിക്കത്തിച്ച് അതിലൂടെ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കുവാനാണ് പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ശ്രമിക്കുന്നത്. പ്രധാനമന്ത്രി കേരളത്തിൽ വന്നപ്പോൾ നടത്തിയ അതേ പ്രസംഗം തന്നെയാണ് മറ്റൊരു തരത്തിൽ മുഖ്യമന്ത്രിയും മന്ത്രി സജി ചെറിയാനും മറ്റ് CPM നേതാക്കളും നടത്തുന്നത്. രക്തസാക്ഷികളുടെ പേരിൽ വരെ തട്ടിപ്പ് നടത്തുന്ന CPM വെറും തട്ടിപ്പ് സംഘമായി മാറിയെന്നും ഷാഫി പറമ്പിൽ MP കുറ്റപ്പെടുത്തി. ജില്ലാ വൈസ് പ്രസിഡന്റ് TM നഹാസ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് OJ ജനീഷ്, യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിമാരായ ശ്രാവൺ റാവു, ഷംസീർ അൻസാരി ഖാൻ, DCC പ്രസിഡന്റ് A തങ്കപ്പൻ, KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം, KPCC ജനറൽ സെക്രട്ടറി C ചന്ദ്രൻ, മുൻ DCC പ്രസിഡന്റ് CV ബാലചന്ദ്രൻ, ജോസ് വള്ളൂർ, PV മുഹമ്മദ് അലി, PM അസീസ്, ബാബു നാസർ, P മാധവദാസ്, OK ഫാറൂഖ്, ഷെഫീഖ് അത്തിക്കോട്, പ്രതീഷ് മാധവൻ, MP സുബ്രഹ്മണ്യൻ, വിനോദ് ചെറാട്, ജിതേഷ് നാരായണൻ, അരുൺകുമാർ പാലക്കുറിശി, EK ജസീൽ, ലിജിത്ത് ചന്ദ്രൻ, PT അജ്മൽ, ഇജാസ്, സനോജ് കണ്ടലിൽ എന്നിവർ പങ്കെടുത്തു. 12 നിയോജക മണ്ഡലങ്ങളിലൂടെ കടന്നുപോകുന്ന പദയാത്ര ഫെബ്രുവരി 12-ന് സമാപിക്കും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പാലക്കാട് ജില്ലയോടുള്ള അവഗണന തുറന്നുകാട്ടിയാകും പദയാത്ര പര്യടനം നടത്തുക. ജില്ലയിൽ നിന്നുള്ള സംസ്ഥാന ഭാരവാഹികളും ജില്ലാ ഭാരവാഹികളും ഓരോ നിയോജക മണ്ഡലങ്ങളിലും അതാത് നിയോജക മണ്ഡലങ്ങളിലെ പ്രതിനിധികളും പദയാത്രയിൽ അണിചേരും. ഗുരുവായൂർ ബ്രഹ്മകുളത്ത് SFI പ്രവർത്തകനായ ഫാസിൽ കൊലപാതക കേസിൽ പ്രതികളായിരുന്ന RSS BJP പ്രവർത്തകരെ തൃശൂർ 1-ാം അഡീഷണൽ സെഷൻസ് കോടതി വെറുതെ വിട്ടു. പ്രോസിക്യൂഷൻ സംശയാസ്പദമായി കേസ് തെളിയിക്കുന്നതിൽ പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് മുഴുവൻ പ്രതികളെയും കുറ്റക്കാരനല്ലെന്ന് കണ്ടെത്തി വെറുതെ വിടുന്നതെന്ന് കോടതി വ്യക്തമാക്കി. 2013 നവംബർ 4-നായിരുന്നു ഫാസിൽ കൊല്ലപ്പെട്ടത്. പ്രോസിക്യൂഷൻ ഭാഗത്തുനിന്ന് 4 ദൃക്സാക്ഷികൾ ഉൾപ്പെടെ 38 സാക്ഷികളെ വിസ്തരിക്കുകയും 131 രേഖകൾ ഹാജരാക്കുകയും ചെയ്തെങ്കിലും സംശയാസ്പദമായി കേസ് തെളിയിക്കുവാൻ സാധിക്കാത്ത സാഹചര്യത്തിലാണ് 14 പ്രതികളെയും കോടതി വെറുതെ വിട്ടത്. പ്രതിഭാഗത്തിനു വേണ്ടി അഡ്വക്കേറ്റ് PS ഈശ്വരൻ, അഡ്വക്കേറ്റ് TC കൃഷ്ണനാരായണൻ, അഡ്വക്കേറ്റ് അക്ഷയ് ബാബുരാജ്, അഡ്വക്കേറ്റ് K സജിത്ത് എന്നിവർ ഹാജരായി. 15 പ്രതികൾ ഉണ്ടായിരുന്ന കേസിൽ ഒരാളെ 2017-ൽ കൊലപ്പെടുത്തിയിരുന്നു. വടക്കേതരകത്ത് ആനന്ദനെയായിരുന്നു വെട്ടിക്കൊലപ്പെടുത്തിയത്. മിത്രഭാവേനയുള്ള ശത്രുക്കളാണ് തൃശൂർ ജില്ലയിൽ കോൺഗ്രസ് പാർട്ടിയുടെ തിരിച്ചടിക്ക് കാരണമെന്ന് മുൻ KPCC പ്രസിഡന്റ് കെ മുരളീധരൻ പറഞ്ഞു. മുൻ MLA-യും KPCC ജനറൽ സെക്രട്ടറിയുമായിരുന്ന V ബൽറാമിന്റെ സ്മരണയ്ക്കായി ട്രസ്റ്റ് ഏർപ്പെടുത്തിയ മികച്ച പൊതുപ്രവർത്തകനുള്ള പുരസ്കാരം മാത്യു കുഴൽനാടൻ MLA-ക്ക് ഗുരുവായൂരിൽ സമ്മാനിച്ച് സംസാരിക്കുകയായിരുന്നു മുരളീധരൻ. ശത്രുക്കളെക്കാൾ കൂടുതൽ ഭയപ്പെടേണ്ടത് മിത്രഭാവനയുള്ള ശത്രുക്കളെയാണ്.
ഇവർ പാർട്ടിയിൽ നിന്ന് എവിടെയും പോകില്ല. ഇലക്ഷൻ കാലത്തിട്ട് പണിയാനും വരും. പാർട്ടി കരുത്തനുസരിച്ച് ജയിക്കാൻ പറ്റാത്തതിന്റെ കാരണം ഇതാണ്. അങ്ങനെയുള്ളവർ ചെയ്യേണ്ട കാര്യം പാർട്ടിയിൽ നിന്ന് പുറത്തു പോവുക എന്നതാണ്. അവർക്കിഷ്ടമുള്ള പാർട്ടിയിൽ ചേരാം. ഇവിടെ ആരെയും പിടിച്ചു കെട്ടിയിടുന്നില്ല. പലരും പാർട്ടിയിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ട്. തങ്ങളൊക്കെ ഒരു കാലത്ത് പോയത് രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ്. പക്ഷേ അകത്തുനിന്ന് പണിയുമ്പോഴും ഒപ്പം നിന്ന് കുഴി തോണ്ടുമ്പോഴാണ് കണക്കുകൂട്ടലുകൾ തെറ്റിപ്പോകുന്നത്. തൃശൂരും തിരുവനന്തപുരവും UDFന് കൂടുതൽ MLAമാർ വന്നാൽ മാത്രമേ കോൺഗ്രസിന് ഭരണം നേടാനാകൂ. ഇത്തവണ സ്ഥാനാർത്ഥികളുടെ തള്ള് കൂടുതലാണ്. കേരളത്തിന്റെ പല ഭാഗത്തു നിന്നുള്ളവരാണ് കയ്പമംഗലത്തേക്ക് ഓടിയെത്തുന്നത്. UDFൽ എല്ലാം കോൺഗ്രസിന് വേണമെന്ന് പറയരുത്. തൃശൂർ ജില്ലയിൽ നിന്ന് മാത്രമല്ല, അയൽ ജില്ലകളിൽ നിന്നും കാമുകന്മാരുടെ ഒരു നീണ്ട ലിസ്റ്റാണ്. അപ്പോൾ പിന്നെ മറ്റ് സ്ഥലങ്ങളുടെ കാര്യം പറയുന്നത് പലപ്പോഴും തൃശ്ശൂർ ജില്ലയിലൊക്കെ നമുക്ക് പറ്റുന്ന ഒരു തിരിച്ചടി എന്ന് പറയുന്നത് ഈ മിത്രഭാവേനയുള്ള ശത്രുക്കളുടെ പ്രവർത്തനമാണ്. പലപ്പോഴും നമ്മുടെ കരുത്തനുസരിച്ച് ജയിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം. അങ്ങനെയുള്ളവർ ചെയ്യേണ്ട ഒരു കാര്യം, പാർട്ടിയിൽ നിന്ന് പുറത്തു വരും, ഒരു കുഴപ്പമില്ല, അവർക്ക് ഇഷ്ടമുള്ള പാർട്ടിയിൽ ചേരാം. നമ്മളിവിടെ ആരെയും കെട്ടിവിട്ടിട്ടൊന്നുമില്ല. പലരും പാർട്ടിയിൽ നിന്ന് ഒക്കെ പുറത്തു പോയിട്ടുണ്ട്. ഞങ്ങളൊക്കെ ഒരു കാലത്ത് പോയിട്ടുണ്ട്. രാഷ്ട്രീയത്തിൻ്റെ ഭാഗം. പക്ഷേ അകത്ത് നിന്ന് പണിയുമ്പോഴാണ്, ഒപ്പം നിന്ന് കുഴി തോണ്ടുമ്പോഴാണ് നമ്മളുടെ കാൽക്കുലേഷനുകൾ തെറ്റിപ്പോകുന്നത്. അങ്ങനെയുള്ളവരെ ദയവായി മാറ്റി നിർത്തിയാൽ. ഞാനിപ്പോൾ കഴിഞ്ഞ ഇലക്ഷനിലൊക്കെ പല യുവതന്മാരും ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ വന്നു. അസംബ്ലി ഇലക്ഷനൊക്കെയല്ലേ വരുന്നത്. ഞാൻ പഞ്ചായത്തിൽ ഇങ്ങനെ സേവനം ഉണ്ടായിട്ടില്ലല്ലോ, ഇനിയിപ്പോൾ അസംബ്ലിയിൽ ആവശ്യമില്ല. അപ്പോൾ ചില ആൾക്കാർ പറഞ്ഞു ഞങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. അതിന് തീർച്ചയായിട്ടും ഓപ്ഷൻ സ്വീകരിക്കണം. ഇതിൻ്റെ അകത്ത് കയറാൻ നോക്കണ്ട. നിങ്ങൾക്ക് ഏത് പാർട്ടിയിലാണ് ഓപ്ഷൻ നിങ്ങൾ സ്വീകരിച്ചു. ഒരു പഞ്ചായത്തിൽ സാധാരണ പ്രവർത്തന ഇലക്ഷന് സഹായിക്കാത്ത ആൾക്കാർ പിന്നെ അസംബ്ലി വരുമ്പോൾ അവർ കൂട്ടിയാൽ അവർ ആ സ്വഭാവം തന്നെ കാണിക്കും. മുന്നണിയാകുമ്പോൾ ഘടകകക്ഷികൾക്കും പ്രാധാന്യമുണ്ട്. കോൺഗ്രസിൽ നിന്നുള്ളവരെ റാഞ്ചാൻ CPM സമ്പന്നന്മാരെ ഉപയോഗിക്കുന്നുണ്ട്. ഗുരുവായൂർ ദേവസ്വവുമായി ബന്ധപ്പെട്ട ഒരാൾ കളിച്ച കളി നടന്നില്ല. തന്നെ അതിന് കിട്ടില്ലെന്നാണ് ശശി തരൂർ പറഞ്ഞത്. മുതലാളിത്ത ആശയങ്ങൾ പറയുന്ന പാർട്ടിയായി മാർക്സിസ്റ്റ് പാർട്ടി മാറി. വർഗീയത പറയുന്നു. മൂന്നാമതും അധികാരം കിട്ടാൻ എന്ത് വൃത്തികേട് ചെയ്യാനും മടിയില്ലാതായിരിക്കുന്നുവെന്നും മുരളീധരൻ പറഞ്ഞു. ട്രസ്റ്റ് പ്രസിഡന്റ് CA ഗോപപ്രതാപൻ അധ്യക്ഷത വഹിച്ചു. UDF ചെയർമാൻ TV ചന്ദ്രമോഹൻ, KPCC ജനറൽ സെക്രട്ടറിമാരായ O അബ്ദുറഹ്മാൻ കുട്ടി, ജോസ് വള്ളൂർ, ട്രസ്റ്റ് സെക്രട്ടറി VK ജയരാജൻ, PV ബദ്രുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. താൽപര്യമില്ലാത്തവരെ ടാർഗറ്റ് ചെയ്ത് തോൽപ്പിക്കുന്നതാണ് പിണറായി വിജയന്റെ ശൈലിയെന്ന് അഡ്വക്കേറ്റ് മാത്യു കുഴൽനാടൻ MLA ആരോപിച്ചു. വി ബൽറാം സ്മാരക ട്രസ്റ്റിന്റെ പുരസ്കാരം ഏറ്റുവാങ്ങി ഗുരുവായൂരിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുഖ്യമന്ത്രിക്കെതിരെ പ്രതികരിച്ചതിന് ഒന്നിനു പുറകെ ഒന്നായി നിരവധി അന്വേഷണങ്ങൾ തനിക്കെതിരെ വന്നു. എതിരെ വരുന്നവരെ നിഷ്ക്രിയരാക്കാൻ കഴിയുന്ന ശക്തിയുണ്ടെന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. ഞാൻ വിശ്വസിക്കുന്നത് പാർട്ടി എന്നിലേൽപ്പിച്ച ദൗത്യം നിർവഹിക്കുന്നതിനുള്ള പാതയിലാണ് സഞ്ചരിക്കുന്നത് എന്നാണ്. അതിൽ അധാർമികമായി ഒന്നുമില്ല. നമ്മൾ എത്ര സത്യസന്ധമായി, എത്ര ആത്മാർത്ഥമായി പ്രവർത്തിച്ചാലും സംശയത്തിന്റെ നിഴലിൽ നിർത്താൻ മാധ്യമങ്ങൾക്ക് കഴിയുന്നുവെന്നതാണ് ഇന്നത്തെ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ പ്രയാസം. എന്നാൽ വലിയ തെറ്റുകൾ ചെയ്തവർക്ക് മാധ്യമങ്ങളെ മാനേജ് ചെയ്ത് അവരുടെ തെറ്റുകൾ മറയ്ക്കാൻ കഴിയും. അവർക്ക് വേണ്ടി വാദിക്കാൻ ആളുണ്ടാകുമെന്നതാണ് ഇന്നത്തെ ദുര്യോഗമെന്നും അദ്ദേഹം പറഞ്ഞു. പലരെയും ടാർഗറ്റ് ചെയ്ത് തോൽപ്പിച്ചിട്ടുണ്ട് പിണറായി വിജയന്റെ ശൈലി അതാണ്. അദ്ദേഹത്തിനെതിരെ, അദ്ദേഹത്തിന് താല്പര്യമില്ലാതെ വരുന്നവരെ എല്ലാവരെയും നിഷ്ക്രിയരാക്കാൻ കഴിയുന്ന ഒരു ശേഷി അല്ലെങ്കിൽ ശക്തി അദ്ദേഹത്തിനുണ്ട് എന്ന് അദ്ദേഹം വിശ്വസിക്കുകയാണ്. പക്ഷെ ഞാൻ ഇന്നും വിശ്വസിക്കുന്നു, കോൺഗ്രസ് പാർട്ടി എന്നിൽ അർപ്പിച്ച ദൗത്യം അത് നിർവഹിക്കുന്ന പാതയിലാണ് ഞാൻ സഞ്ചരിച്ചിട്ടുള്ളത്. അതിൽ അധാർമികമായി, അസത്യമായി, സത്യവിരുദ്ധമായി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ചൊവ്വന്നൂരിൽ നിർത്തിയിട്ടിരുന്ന സ്കൂൾ വാൻ മുന്നോട്ട് നീങ്ങി. തലനാരിഴയ്ക്ക് വൻ അപകടം ഒഴിവായി. സ്കൂളിന് സമീപത്തെ സൂപ്പർ മാർക്കറ്റിന് സമീപം കഴിഞ്ഞ ദിവസം വൈകിട്ട് 4:00-ഓടെയാണ് സംഭവം. സെന്റ് മേരീസ് ഹൈസ്കൂളിലെയും മാർത്തോമ സ്കൂളിലെയും വിദ്യാർത്ഥികളെ സ്കൂളിൽ നിന്നും കയറ്റി ട്രിപ്പ് നടത്തുകയായിരുന്ന ട്രാവലർ വാനാണ് അപകടത്തിൽപ്പെട്ടത്. കുട്ടികളെ കയറ്റാനായി വഴിയരികിൽ വാഹനം നിർത്തി ഡ്രൈവർ പുറത്തിറങ്ങിയിരിക്കുകയായിരുന്നു. ഇതിനിടെ വാഹനത്തിലുണ്ടായിരുന്ന വിദ്യാർത്ഥി ഗിയറിൽ തട്ടിയതോടെ വാഹനം മുന്നോട്ട് നീങ്ങി. പരിഭ്രാന്തനായ കുട്ടി വാഹനത്തിൽ നിന്നും ഇറങ്ങി വാനിന് മുന്നിലേക്ക് ഓടി. സംഭവം കണ്ട് സൂപ്പർമാർക്കറ്റ് ഉടമ ചൊവ്വന്നൂർ കുണ്ടുകുളം വീട്ടിൽ അബിയും ഓടിയെത്തി. വാൻ സമീപത്തെ മതിലിൽ തട്ടി നിന്നതിനാൽ വൻ അപകടമൊഴിവായി. സംഭവ സമയം വാഹനത്തിൽ വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു. വാനിന്റെ ഹാൻഡ് ബ്രേക്ക് ഇടാഞ്ഞതാണ് അപകടത്തിന് കാരണമായതെന്ന് കരുതുന്നു. തലനാരിഴയ്ക്കാണ് താനും വിദ്യാർത്ഥിയും വാനിനും മതിലിനും ഇടയിൽപ്പെടാതെ രക്ഷപ്പെട്ടതെന്ന് അബി പറഞ്ഞു.
10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കാവിലക്കാട് ദേവീക്ഷേത്രത്തിലെ പൂരമഹോത്സവത്തിന് മാറ്റുകൂട്ടി ഗംഭീര വെടിക്കെട്ട്. നിയന്ത്രണങ്ങളുടെ പേരിൽ വർഷങ്ങളായി കുന്നംകുളം മേഖലയിലെ ഉത്സവങ്ങളിൽ നിന്നും അകന്നുനിന്ന വെടിക്കെട്ട് തിരിച്ചെത്തിയപ്പോൾ പൂരപ്രേമികൾക്ക് ആവേശക്കാഴ്ചയായി. കാവിലക്കാട് കരിമ്പനത്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വർണ്ണവിസ്മയം ഒരുക്കിയത്. പൂരച്ചടങ്ങുകൾ പൂർത്തിയായ ശേഷം രാത്രി 9:30-യോടെയാണ് വിശാലമായ കാവിലക്കാട് പാടശേഖരത്തിൽ വെടിക്കെട്ട് ആരംഭിച്ചത്. കുന്നംകുളം മേഖലയിൽ വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു പൂരമഹോത്സവത്തിന് ഇത്രയും വിപുലമായ വെടിക്കെട്ട് നടക്കുന്നത്. ഇതുകൊണ്ടുതന്നെ തൃശൂർ ജില്ലയ്ക്ക് പുറത്തുനിന്നും അന്യ ജില്ലകളിൽ നിന്നുമായി ആയിരക്കണക്കിന് ആളുകളാണ് വെടിക്കെട്ട് കാണാൻ കാവിലക്കാട് പാടശേഖരത്തേക്ക് ഒഴുകിയെത്തിയത്. ഏകദേശം 10 മിനിറ്റോളം നീണ്ടുനിന്ന വെടിക്കെട്ട് കാണികളുടെ മനം കവർന്നു. എന്നാൽ കാവിലക്കാട് വിജയകരമായി വെടിക്കെട്ട് നടന്നതോടെ വരാനിരിക്കുന്ന മറ്റു ഉത്സവങ്ങൾക്കും വെടിക്കെട്ട് നടത്താൻ അനുമതി ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് സംഘാടകരും പൂരപ്രേമികളും. കടവല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ ഭീമ ഏകാദശി ആഘോഷം ദ്വാദശി വേലവരവോടെ സമാപിച്ചു. ക്ഷേത്രത്തിൽ പുലർച്ചെ നട തുറന്ന ശേഷം 5:30-ന് ദ്വാദശി പണസമർപ്പണം, 10:30 മുതൽ ദ്വാദശിയൂട്ട് എന്നിവയ്ക്ക് നിരവധി ഭക്തജനങ്ങളാണ് എത്തിയത്. വൈകിട്ട് 4 മണി മുതൽ പറച്ചിരിക്കാവ്, ചീരംകുറ്റിഞ്ഞാലിൽ, തെക്കൂട്ടുവളപ്പ് എന്നീ 3 പൂർവിക സ്ഥാനങ്ങളിൽ നിന്നും ആരംഭിച്ച ദ്വാദശി ആചാരവേല ക്ഷേത്ര സന്നിധിയിലെത്തി വേലക്കണ്ടത്തിൽ സമാപിച്ചു. തുടർന്ന് ദ്വാദശി വേലയുടെ ഭാഗമായി 12ഓളം പ്രാദേശിക കമ്മിറ്റികളുടെ ശിങ്കാരിമേളം, ബാൻഡുമേളം, തകിൽ, നാദസ്വരം എന്നിവയുടെ അകമ്പടിയോടെ ശിങ്കാരിക്കാവടി, തെയ്യം, കുമ്മാട്ടിക്കളി, തിറ, നാടൻ കലാരൂപങ്ങൾ എന്നിവയും ക്ഷേത്ര സന്നിധിയിലെത്തി. 10 ദിവസങ്ങളിലായി നടന്ന ഭീമ ഏകാദശി ആഘോഷങ്ങൾക്ക് ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികൾ നേതൃത്വം നൽകി. ചരിത്രപ്രസിദ്ധമായ പന്തല്ലൂർ ശ്രീ ശിവഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം ഞായറാഴ്ച. ഒരുക്കങ്ങളായി. കാവിലക്കാടിന് പിന്നാലെ പന്തല്ലൂരിലും വെടിക്കെട്ടിന് അനുമതി ലഭിച്ചതോടെ ഉത്സവപ്രേമികൾ ആവേശത്തിലാണ്. പൂരാഘോഷം CCTV പ്രാദേശികം ചാനലിലൂടെ തത്സമയം സംപ്രേഷണം ചെയ്യും. ദേശവിശേഷങ്ങളും ആചാരപ്പെരുമയും ഒത്തുചേരുന്ന പന്തല്ലൂർ പൂരത്തെ വരവേൽക്കാൻ നാടൊരുങ്ങിക്കഴിഞ്ഞു. ക്ഷേത്രതന്ത്രിമാരുടെയും ക്ഷേത്രം ഭാരവാഹികളുടെയും നേതൃത്വത്തിൽ നടക്കുന്ന പൂജകൾക്കും ചടങ്ങുകൾക്കും സാക്ഷിയാകാൻ ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ നാളെ ക്ഷേത്ര സന്നിധിയിലേക്ക് ഒഴുകിയെത്തും. രാവിലെ ഗണപതി ഹോമം, നിർമ്മാല്യ ദർശനം, അഭിഷേകത്തിനും ശേഷം വിശേഷാൽ പൂജകൾ നടക്കും. പിന്നീട് ക്ഷേത്രനടയിൽ പറവെപ്പും നടക്കും. ഉച്ചയ്ക്ക് 1-ന് ദേവസ്വം പൂരം എഴുന്നള്ളിക്കും. പാക്കത്ത് ശ്രീകുട്ടൻ ദേവിയുടെ തിടമ്പേറ്റും. തുടർന്ന് നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുമുള്ള വരവുകൾ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരും. ഉച്ചയ്ക്ക് പ്രൗഢഗംഭീരമായ ആന എഴുന്നള്ളിപ്പും മേളവും നടക്കും. വൈകിട്ട് പേരുകേട്ട ഗജവീരന്മാരുടെ അകമ്പടിയോടെ നടക്കുന്ന കൂട്ടിയെഴുന്നള്ളിപ്പ് പൂരപ്രേമികൾക്ക് കണ്ണിന് വിരുന്നാകും. പഞ്ചവാദ്യവും ചെണ്ടമേളവും പൂരത്തിന് ആവേശമേകും. 16 ദേശകമ്മിറ്റികളിൽ നിന്നായി 30-ൽ പരം ഗജവീരന്മാർ അണിനിരക്കും. കൂട്ടിയെഴുന്നള്ളിപ്പിന് വെള്ളിത്തിരുത്തി പ്രഭാകരൻ നായരുടെ പ്രമാണിത്വത്തിൽ 70ഓളം കലാകാരന്മാർ അണിനിരക്കുന്ന പാണ്ടിമേളം അകമ്പടിയാകും. പിന്നീട് തെയ്യം, കരിങ്കാളി തുടങ്ങി നാടൻ കലാരൂപങ്ങളുടെ വരവും ഉണ്ടാകും. കൂട്ടിയെഴുന്നള്ളിപ്പിന് ശേഷം ദീപാരാധന, കാഴ്ചശീവേലി എന്നിവ നടക്കും. പൂരത്തിന്റെ പ്രധാന ആകർഷണമായ വെടിക്കെട്ട് വൈകിട്ട് 7:30-ന് നടക്കും. 8 വർഷത്തിനു ശേഷമാണ് വെടിക്കെട്ടിന് പേരുകേട്ടിരുന്ന പന്തല്ലൂരിൽ വീണ്ടും വെടിക്കെട്ട് നടക്കാൻ പോകുന്നത്. മുൻവർഷങ്ങളിൽ പന്തല്ലൂരിൽ വെടിക്കെട്ട് വിസ്മയങ്ങൾ കാഴ്ചവെച്ച HMC കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വെടിക്കെട്ട് ഒരുങ്ങുന്നത്. വർണ്ണവിസ്മയങ്ങൾ തീർക്കുന്ന വെടിക്കെട്ടിനു ശേഷം ക്ഷേത്ര ചടങ്ങുകളോടെ പകൽപൂരം സമാപിക്കും. വിവിധ ദേശങ്ങളിൽ നിന്നുള്ള കാവടി, പൂതൻ, തിറ തുടങ്ങിയ കലാരൂപങ്ങളും പൂരത്തിന് മാറ്റുകൂട്ടും. ഉത്സവം സുഗമമായി നടത്തുന്നതിനായി വിപുലമായ പോലീസ് സന്നാഹവും ക്ഷേത്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വോളണ്ടിയർമാരെയും ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും ഭാരവാഹികൾ അറിയിച്ചു.
ചാവക്കാട് ഇരു ക്ലബ്ബുകളിലെ പ്രവർത്തകർ തമ്മിലുണ്ടായ സംഘർഷത്തിൽ 2 പേർക്ക് പരിക്ക്. ചാവക്കാട് പുത്തൻകടപ്പുറം ലിയോൺ ക്ലബ്ബ്, ചീനിച്ചുവട് ക്രസന്റ് ക്ലബ്ബ് പ്രവർത്തകർ തമ്മിലാണ് സംഘർഷം നടന്നത്. മണത്തല നേർച്ചയിലെ കാഴ്ചയുമായി ബന്ധപ്പെട്ട് മുമ്പ് നേരിയ സംഘർഷം നടന്നിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് ശനിയാഴ്ച വൈകിട്ടുണ്ടായത്. ക്രസന്റ് ക്ലബ്ബിലെ രക്ഷാധികാരി TM ഷഫീറിനും ലിയോൺ ക്ലബ്ബ് അംഗം ആലിപ്പിരി 20 വയസ്സുള്ള ധനുഷിനും പരിക്കേറ്റു. ലിയോൺ ക്ലബ്ബ് അംഗത്തിന്റെ കാർ അടിച്ച് തകർത്തെന്നും പറയുന്നു. ഷെഫീറിനെ ചാവക്കാട് ഹയാത്ത് ആശുപത്രിയിലും ധനുഷിനെ തൃശൂർ അമല ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ചാവക്കാട് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. കാറിനുള്ളിൽ നിന്നും ഇരുമ്പ് പൈപ്പ് ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ പോലീസ് കണ്ടെത്തി. ഇടം സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ ചിറമനേങ്ങാട് സെന്ററിൽ വർഗീയ വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. സോദരത്വന എന്ന ശീർഷകത്തിൽ ഗാന്ധി രക്തസാക്ഷി ദിനത്തിൽ നടത്തിയ ക്യാമ്പയിനിൽ ഡോക്ടർ VC ബിനോജ്, ദിനേഷ് G എന്നിവർ വിഷയാവതരണം നടത്തി. ഇടം പ്രസിഡന്റ് EK മിനി അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് KR രാധിക, പ്രോഗ്രാം കൺവീനർ അനീഷ് വിജയൻ, ഷിഹാബ് അലി ചിറമനേങ്ങാട് എന്നിവർ സംസാരിച്ചു. വരികൾ അല്ലേ, കാൽപ്പാടുകൾ എന്ന സിനിമയിലാണെന്ന് തോന്നുന്നു. എനിക്ക് യേശുദാസ് ആദ്യമായി കടന്നു വന്ന ഈ ഗാനം മലയാളിക്കായി സമ്മാനിച്ചു. ജാതിഭേദം, മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അരുവിപ്പുറം ക്ഷേത്രത്തിൽ ആലേഖനം ചെയ്യപ്പെട്ടിട്ടുള്ള മനോഹരമായ വരികൾ. ആ വരികളിലെ ഏറ്റവും പ്രസക്തമായ ഒരു വാക്ക് സോദരത്വേന എടുത്തുകൊണ്ട് ആണ് ഇത്തരം ഒരു ക്യാമ്പയിൻ സംഘടിപ്പിച്ച് ഒരു മാസത്തെ എന്ത് ചെയ്യുന്നത് ചലനാത്മകമാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. എയ്യാലിൽ പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ കുത്തി പരിക്കേൽപ്പിച്ച സംഘത്തിലെ ഒരാളെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. അക്കിക്കാവ് കരിക്കാട് സ്വദേശിയും കടങ്ങോട് പ്രദേശത്തെ താമസക്കാരനുമായ പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയാണ് അറസ്റ്റിലായത്. ഇന്നലെ പുലർച്ചെ 2 മണിയോടെയാണ് ആക്രമണമുണ്ടായത്. എയ്യാൽ അമ്പലത്തിന് സമീപം രാത്രിയിൽ പ്രവർത്തിക്കുന്ന ചായക്കടയിൽ വെച്ചാണ് സംഘട്ടനം നടന്നത്. പഴുന്നാന സ്വദേശികളായ 15 വയസ്സ് പ്രായമുള്ള 2 പേർ ചായ കുടിക്കുന്നതിനിടയിൽ ബൈക്കുകളിലെത്തിയ 6 അംഗ സംഘം ആക്രമിക്കുകയായിരുന്നു. മുൻ വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണം. പ്രതികളും 15 വയസ്സ് മാത്രം പ്രായമുള്ളവരാണ്. കയ്യിലുള്ള കത്തിയും മാരകായുധങ്ങളും ഉപയോഗിച്ചായിരുന്നു ആക്രമണം. ഒരാൾക്ക് സാരമായി മുറിവ് പറ്റിയിട്ടുണ്ട്. സംഭവം നടന്ന സ്ഥലത്ത് എരുമപ്പെട്ടി പോലീസ് ഇൻസ്പെക്ടർ അനീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ ഫോറൻസിക് വിഭാഗം തെളിവെടുപ്പ് നടത്തി. ഗുരുവായൂർ തിരുവേങ്കിടം താണിയിൽ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി ആഘോഷിച്ചു. നിർമ്മാല്യ ദർശനത്തിന് ശേഷം അഭിഷേകം, അലങ്കാരം, ഗണപതി ഹോമം, കേളി, അഷ്ടപതി എന്നിവ നടന്നു. പായസം വെച്ച് സമർപ്പണം, നാഗപ്പാട്ട്, നാഗപൂജ എന്നിവയും ഉണ്ടായിരുന്നു. ചാലിശ്ശേരി സുന്ദരൻ നായരുടെ നേതൃത്വത്തിൽ പഞ്ചവാദ്യത്തോടെ എഴുന്നള്ളിപ്പ്, നടക്കൽ പറയും നടന്നു. നാട്ടുപൂരങ്ങൾ ക്ഷേത്രാങ്കണത്തിലെത്തി കൂട്ടിയെഴുന്നള്ളിച്ചു. വിഷ്ണുമായക്കളം, എഴുന്നള്ളിപ്പ്, താലം വരവ് എന്നിവയ്ക്ക് ശേഷം ശനിയാഴ്ച രാവിലെ 7 മണിയോടെ നടയടച്ചു. ഭാരവാഹികളായ PS പ്രസാദ്, KT ബാലൻ, KP കരുണാകരൻ, രാധാകൃഷ്ണൻ കാക്കശ്ശേരി, TL ശിവദാസൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. വരൾച്ച രൂക്ഷമാകുന്നു. വെള്ളമില്ലാതെ നെൽപ്പാടങ്ങൾ കരിഞ്ഞുണങ്ങുന്നു. പെരുമ്പിലാവ് പൂയംകുളം പാടശേഖരത്തിൽ കൃഷിയിറക്കിയ കിഴക്കേക്കര ഞാലിൽ സുജാതയുടെ 1 ഏക്കർ കതിരിട്ട നെൽകൃഷിയാണ് പൂർണ്ണമായും നശിച്ചത്. ഏകദേശം 50,000 രൂപ വില ലഭിക്കേണ്ട നെല്ലാണ് വെള്ളം ലഭിക്കാത്തതിനാൽ കരിഞ്ഞത്. പാടശേഖരത്തോട് ചേർന്നുള്ള ക്ഷേത്രകുളത്തിൽ നിന്നുള്ള വെള്ളം ഉപയോഗിച്ചാണ് സാധാരണ ജലസേചനം നടത്തിയിരുന്നത്. എന്നാൽ ഇത്തവണ ഇതു ലഭിക്കാതിരുന്നതാണ് കൃഷി നശിക്കാൻ ഇടയായതെന്ന് സുജാതയുടെ ഭർത്താവ് പരമേശ്വരൻ പറഞ്ഞു. കടവല്ലൂർ മേഖലയിലെ പാടശേഖരങ്ങളിൽ ജലക്ഷാമം രൂക്ഷമാണ്. കൊയ്ത്ത് പൂർത്തിയായ കർഷകർക്ക് മാത്രമാണ് ആശ്വാസം. കൊള്ളഞ്ചേരി, ഒറ്റപ്പിലാവ് എന്നിവിടങ്ങളിൽ ഇനിയും കൊയ്യാനുണ്ട്. മേഖലയിൽ ജലസേചനത്തിന് ആശ്രയിച്ചിരുന്ന തോടും വറ്റിത്തുടങ്ങിയത് കർഷകരെ ആശങ്കയിലാക്കുന്നുണ്ട്. പൊതുവിദ്യാഭ്യാസ വകുപ്പും സമഗ്ര ശിക്ഷ കേരളം ചാവക്കാട് BRCയുടെ നേതൃത്വത്തിൽ കിഡ്സ് അത്ലറ്റിക് കളിയങ്കണം BRC തല പരിശീലനം നടന്നു. പൊതുവിദ്യാലയങ്ങളിലെ പ്രൈമറി ക്ലാസുകളിൽ പഠിക്കുന്ന കുട്ടികളുടെ കായികക്ഷമത മെച്ചപ്പെടുത്തുന്നതിനും അക്കാദമിക നിലവാരം ഉയർത്തുന്നതിനും കായിക മികവ് കണ്ടെത്തി പരിപോഷിപ്പിക്കുന്നതിനും വേണ്ടി പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പാക്കി വരുന്ന പദ്ധതിയാണ് കളിയങ്കണം. ഗുരുവായൂർ മുനിസിപ്പാലിറ്റി വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രതി ജനാർദ്ദനൻ ഉദ്ഘാടനം ചെയ്തു. ചാവക്കാട് AO VB സിന്ധുവിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ ചാവക്കാട് BRCയിലെ BPC MT സംഗീത, തൃശൂർ ഡയറ്റ് ഫാക്കൽറ്റി നിഷാജി നായർ, NS ശ്രീജിഷ എന്നിവർ സംസാരിച്ചു.
സെന്റ് തോം ചർച്ച് ചൂണ്ടൽ ഉണ്ണീശോ തീർത്ഥകേന്ദ്രത്തിൽ സംയുക്ത തിരുനാളിന് തുടക്കമായി. ഉണ്ണീശോയുടെയും പരിശുദ്ധ കന്യകാമാതാവിന്റെയും വിശുദ്ധ യൗസേപിതാവിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും വിശുദ്ധ തോമാസ് ലീഹായുടെയും സംയുക്ത തിരുനാൾ ശനി, ഞായർ ദിവസങ്ങളിലായാണ് ഇടവകയിൽ ആഘോഷിക്കുന്നത്. തിരുനാൾ ആഘോഷം ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ CCTV പ്രാദേശികം ചാനലിൽ തത്സമയം സംപ്രേഷണം ചെയ്യും. കൊടിയേറ്റം മുതൽ തിരുനാൾ വരെയുള്ള ദിവസങ്ങളിൽ വൈകിട്ട് 6-ന് ആരാധന, ജപമാല എന്നിവയും 6:30-ന് ദിവ്യബലി, ലതീഞ്ഞ്, നൊവേന എന്നിവയും ഉണ്ടായിരുന്നു. ശനിയാഴ്ച രാവിലെ 5:45-ന് ആരാധനയും ജപമാലയും, തുടർന്ന് 6:15-ന് ദിവ്യബലി, ലതീഞ്ഞ്, നൊവേന എന്നിവയും നടന്നു. തുടർന്ന് കുടുംബ കൂട്ടായ്മകളിലേക്കുള്ള അമ്പുകളുടെ വെഞ്ചിരിപ്പും വിശുദ്ധരുടെ രൂപം എഴുന്നള്ളിപ്പും ഉണ്ടായി. മെൽബൺ രൂപത ബിഷപ്പ് എമിരറ്റ്സ് മാർ ബോസ്കോ പുത്തൂർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഇടവകാംഗം ഫാദർ ജെറിൻ ചൂണ്ടൽ സഹകാർമ്മികനായി. രാത്രി 11 മണിക്ക് യൂണിറ്റുകളിൽ നിന്നുള്ള അമ്പെഴുന്നള്ളിപ്പുകൾ ദേവാലയത്തിലെത്തി സമാപിക്കും. തിരുനാൾ ദിവസമായ ഞായറാഴ്ച രാവിലെ 6:15-ന് ദിവ്യബലിയും 10 മണിക്ക് ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയും ഉണ്ടാകും. പാവർട്ടി സെന്റ് ജോസഫ് ട്രെയിനിംഗ് കോളേജ് മാനേജർ ഫാദർ ജോസഫ് ആലപ്പാട്ട് മുഖ്യ കാർമ്മികനാകും. മറ്റം ഇടവക വികാരി ഫാദർ ഫ്രാൻസിസ് ആളൂർ തിരുനാൾ സന്ദേശം നൽകും. ഫാദർ ജോഷി ചൂണ്ടൽ സഹകാർമ്മികനാകും. ഉച്ചതിരിഞ്ഞ് 4:30-ന് ഇടവകാംഗങ്ങളായ വൈദികർ കാർമ്മികത്വം വഹിക്കുന്ന ദിവ്യബലിയും തുടർന്ന് ഭക്തി നിർഭരമായ പ്രദക്ഷിണവും നടക്കും. വൈകിട്ട് വിസ്മയ കാഴ്ചയൊരുക്കുന്ന വർണ്ണമഴ അരങ്ങേറും. ഇടവക വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ, കൈക്കാരന്മാരായ CJ ഫ്രാൻസിസ്, MO ഫിലിപ്പ്, തോംസൺ ജേക്കബ് തുടങ്ങിയവർ തിരുനാൾ ആഘോഷത്തിന് നേതൃത്വം നൽകും. പുതുതായി നിർമ്മിച്ച പഴഞ്ഞി ചെറുതുരുത്തി സെന്റ് ജോർജ് ഓർത്തഡോക്സ് കുരിശുപള്ളി കൂദാശ ഞായറാഴ്ച വൈകിട്ട് നടക്കും. സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിന് കീഴിലുള്ള കുരിശുപള്ളിയുടെ കൂദാശയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. ഞായറാഴ്ച വൈകിട്ട് 4-ന് കുന്നംകുളം ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് കുരിശുപള്ളി കൂദാശ നിർവഹിക്കും. നിരവധി വൈദികർ സഹകാർമ്മികത്വം വഹിക്കും. തുടർന്ന് സന്ധ്യാനമസ്കാരം, പൊതുസദ്യ എന്നിവയും ഉണ്ടാകും. കർമ്മപഥത്തിൽ സാർത്ഥകമാക്കിയ 3 പതിറ്റാണ്ട് നീണ്ട പ്രവർത്തനങ്ങൾക്ക് ശേഷം സേവന വഴിയിൽ നിന്നും പടിയിറക്കം. CSI ബദിരവിദ്യാലയം പ്രധാന അധ്യാപിക ലിസി സാമുവലിന് സ്നേഹോഷ്മളമായ യാത്രയയപ്പ് നൽകി. 30 വർഷക്കാലത്തെ സ്തുത്യർഹമായ സേവനത്തിനു ശേഷം കുന്നംകുളം CSI ബദിരവിദ്യാലയത്തിലെ പ്രധാന അധ്യാപിക ലിസി സാമുവൽ ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിക്കുമ്പോൾ സ്നേഹനിർഭരമായ യാത്രയയപ്പാണ് സ്കൂളിൽ ഒരുക്കിയത്. ഇവരോടൊപ്പം ഓഫീസ് അസിസ്റ്റന്റ് മെറീന ജോസഫും സർവീസിൽ നിന്നും വിരമിച്ചു. വിദ്യാലയത്തിന്റെ 44ാമത് വാർഷികാഘോഷത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ പ്രധാന അധ്യാപികയ്ക്ക് വികാരനിർഭരമായ യാത്രയയപ്പ് നൽകി. വിദ്യാലയ ഓഡിറ്റോറിയത്തിൽ നടന്ന യാത്രയയപ്പ് സമ്മേളനം വാർഡ് കൌൺസിലർ സോണി ഷാജി ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ഏരിയ കൊച്ചിൻ CMS സ്കൂൾ കോർപ്പറേറ്റ് മാനേജർ റവറൻ ജോൺസൺ E. ജോർജ് അധ്യക്ഷത വഹിച്ചു. വിരമിക്കുന്ന അധ്യാപകരുടെ ഫോട്ടോ അനാച്ഛാദനം സ്നേഹാലയം സ്കൂൾ മുൻ ഹെഡ്മാസ്റ്റർ KJ ഡേവിസ് നിർവഹിച്ചു. കുന്നംകുളം സ്നേഹാലയം ലോക്കൽ മാനേജർ CK ഷിബുമോൻ മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ ഈ വർഷം SSLC പരീക്ഷ എഴുതുന്ന കുട്ടികൾക്ക് ദീപം തെളിയിച്ചു നൽകി. കാണിയാമ്പാൽ CMS LP സ്കൂൾ ഹെഡ്മിസ്ട്രസ് ഷീജ രാഘവൻ, മുൻ HM KJ ഡേവിസ് എന്നിവർ സംസാരിച്ചു. യാത്രയയപ്പിന് മറുപടിയായി ലിസി സാമുവലും മെറീന ജോസഫും നന്ദി പറഞ്ഞു. HST പ്രേംസി ജോൺ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി M. അഗിത രാജൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി. പോർക്കുളം വെട്ടിക്കടവിൽ 100 അടിത്തോട് വറ്റി വരണ്ടു. ഇതോടെ കൃഷിക്ക് ആവശ്യത്തിന് വെള്ളം കിട്ടുമോ എന്ന ആശങ്കയിലാണ് കർഷകർ. 100 അടിത്തോട്ടിൽ വെള്ളം വറ്റിയതോടെ തിരുത്തിക്കാട് ബണ്ടിലേക്കുള്ള പമ്പിംഗ് നിലച്ചു. ഇത്തവണ മേഖലയിൽ വൈകിയാണ് നെൽകൃഷി ഇറക്കിയിരുന്നത്. ഇതുമൂലം തിരുത്തിക്കാട് ബണ്ടിലേക്ക് പമ്പിംഗ് നടത്തുന്നതിനെതിരെ കർഷകർ പ്രതിഷേധിച്ചിരുന്നു. AC മൊയ്തീൻ MLA അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തെ തുടർന്നാണ് പമ്പിംഗ് ആരംഭിച്ചത്. എന്നാൽ കൃഷിക്ക് വെള്ളം കിട്ടില്ലെന്ന ആശങ്ക മൂലം പുന്നൂർക്കുളത്ത് 100 അടിത്തോടിന്റെ വെള്ളം കർഷകർ തടഞ്ഞിരുന്നു. ഇതോടെ പമ്പിംഗ് തുടങ്ങി ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വെട്ടിക്കടവിൽ തോട്ടിലെ വെള്ളം വറ്റുകയായിരുന്നു. ജനപ്രതിനിധികൾ ഇടപെട്ട് കൃഷിക്ക് ആവശ്യമായ വെള്ളം ലഭ്യമാക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. പുതുശ്ശേരി നാറ്റിവിറ്റി ഓഫ് അവർ ലേഡി ദേവാലയത്തിലെ സംയുക്ത തിരുനാൾ ആഘോഷം ഭക്തി നിർഭരം. ഇടവക മധ്യസ്ഥനായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും വിശുദ്ധ അൽഫോൺസാമയുടെയും തിരുനാളാണ് വെള്ളി, ശനി ദിവസങ്ങളിലായി ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ ആഘോഷിച്ചത്. കൊടിയേറ്റ് മുതൽ തിരുനാൾ വരെയുള്ള ദിവസങ്ങളിൽ തിരുനാൾ ഒരുക്കത്തിന്റെ ഭാഗമായി വൈകിട്ട് 6 മണിക്ക് ദിവ്യബലിയർപ്പണം നടന്നു. വെള്ളിയാഴ്ച രാവിലെ 6:30-ന് വികാരി ഫാദർ ആന്റോ ഒല്ലൂക്കാരൻ കാർമ്മികനായി ലതീഞ്ഞ്, നൊവേന, ദിവ്യബലി എന്നിവയും തുടർന്ന് വിശുദ്ധരുടെ തിരുസ്വരൂപങ്ങളുടെ എഴുന്നള്ളിപ്പും കുടുംബ കൂട്ടായ്മകളിലേക്കുള്ള അമ്പുവെഞ്ചിരിപ്പും നടന്നു. തിരുനാൾ ദിവസമായ ശനിയാഴ്ച രാവിലെ 6:30-ന്
ഇടവകാംഗം ഫാദർ ജിൻഡോ കുറ്റിക്കാട്ട് കാർമ്മികനായി ദിവ്യബലിയും 10 മണിക്ക് ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയുമുണ്ടായി. ബാംഗ്ലൂരു വിദ്യാവനം ആശ്രമം അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ഷൈജോ പാറമേൽ മുഖ്യ കാർമ്മികനായി. ഫാദർ ജസ്റ്റിൻ പൊഴിക്കുന്നേൽ തിരുനാൾ സന്ദേശം നൽകി. പാട്ടുകുർബാനയെ തുടർന്ന് വിശുദ്ധരുടെ തിരുസ്വരൂപങ്ങൾ വഹിച്ചുകൊണ്ട് വാദ്യമേളങ്ങളുടെയും വർണ്ണക്കുടകളുടെയും അകമ്പടിയോടെ ഇടവക വിശ്വാസികൾ അണിനിരുന്ന ഭക്തിനിർഭരമായ പ്രദക്ഷിണമുണ്ടായി. തിരുനാൾ ആഘോഷങ്ങൾക്ക് വികാരി ഫാദർ ആന്റോ ഒല്ലൂക്കാരൻ, കൈക്കാരന്മാരായ E.A. തോമസ്, T.J. സാബു, A.A. ബിജു, ജനറൽ കൺവീനർ ജിംപോൾ മാസ്റ്റർ എന്നിവർ തിരുനാൾ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. രാഷ്ട്രപതിയുടെ വിശിഷ്ട സേവാ മെഡലിന് അർഹനായ ഗുരുവായൂർ ACP C. പ്രേമാനന്ദകൃഷ്ണനെ ഗുരുവായൂരിലെ മുതിർന്ന പൗരന്മാരുടെ കൂട്ടായ്മയായ സ്നേഹസ്പർശം ആദരിച്ചു. പകൽവീട്ടിൽ നടന്ന സമാദരണ സദസ്സ് റിട്ടയേർഡ് SP R.K. ജയരാജ് ഉദ്ഘാടനം ചെയ്തു. സ്നേഹസ്പർശം പ്രസിഡന്റ് R.V. അലി അധ്യക്ഷത വഹിച്ചു. വാർഡ് കൗൺസിലർ ചന്ദ്ര രാമകൃഷ്ണൻ മുഖ്യാതിഥിയായിരുന്നു. ജനറൽ സെക്രട്ടറി P.P. വർഗീസ്, അനിൽ കലാറ്റ്, M.K. നാരായണൻ നമ്പൂതിരി, P.I. സൈമൺ, K.V. രാധാകൃഷ്ണ വാര്യർ, M.P. കബീർ, ഇന്ദിര സോമസുന്ദരൻ, ജോർജ് പോൾ നീലങ്കാവിൽ തുടങ്ങിയവർ സംസാരിച്ചു. വെള്ളിത്തിരുത്തി ബ്ലൂമിംഗ് ബഡ്സ് ബഥാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിന്റെ 29ാമത് വാർഷികാഘോഷം വർണ്ണാഭമായി. സ്കൂൾ അങ്കണത്തിൽ നടന്ന വാർഷികാഘോഷം ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CG രഘുനാഥ് ഉദ്ഘാടനം ചെയ്തു. ബദനി സ്ഥാപനങ്ങളുടെ മാനേജർ ഫാദർ ബെഞ്ചമിൻ OIC അധ്യക്ഷനായി. ആകാശവാണി തൃശൂർ നിലയത്തിലെ മൃദംഗം കലാകാരൻ ഡോക്ടർ K. ജയകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം M.V. പ്രശാന്ത് ഹരിതം മാഗസിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ചു. ചൊവ്വന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് AM നിധീഷ് വെബ്സൈറ്റ് ഉദ്ഘാടനം ചെയ്തു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർപേഴ്സൺ ബിബിൻ കണ്ണൻ UN സർട്ടിഫിക്കറ്റുകൾ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും വിതരണം ചെയ്തു. ഡിജിറ്റൽ ഫെസ്റ്റിൽ വിജയികളായ വിദ്യാർത്ഥികൾക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻ KM ഷഹീദ് സമ്മാനദാനം നിർവഹിച്ചു. പ്രിൻസിപ്പൽ ഷേബ ജോർജ് വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബദനി സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ യാക്കൂബ് OIC, വൈസ് പ്രിൻസിപ്പൽ C. രാധാമണി, PTA പ്രസിഡന്റ് K. കേശവദാസ്, അസിസ്റ്റന്റ് പീപ്പിൾ ലീഡർ ഹനാഷ് നൌഫൽ, സ്കൂൾ പീപ്പിൾ ലീഡർ നേഹ ഷെഫീഖ് എന്നിവർ സംസാരിച്ചു. വിദ്യാലയത്തിൽ ദീർഘകാലം അധ്യാപകരായി സേവനമനുഷ്ഠിച്ച PR വിജയലക്ഷ്മി, ശോഭ പത്മനാഭൻ എന്നിവർക്ക് ചടങ്ങിൽ യാത്രയയപ്പ് നൽകി. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഗുരുവായൂരിൽ ഹിന്ദു ഏകതാ സമ്മേളനത്തിന്റെ നടത്തിപ്പിനായി 101 അംഗ സ്വാഗത സംഘം രൂപീകരിച്ചു. രുക്മിണി റീജൻസിയിൽ ചേർന്ന സ്വാഗത സംഘയോഗം PG കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഭാരതവാസികളായ എല്ലാവരും ഹിന്ദുക്കളാണെന്നും അവരെ ഒരുമിപ്പിക്കലാണ് ഹിന്ദു ഏകതാ സമ്മേളനത്തിന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം തന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ജഗന്നിവാസൻ അധ്യക്ഷത വഹിച്ചു. MR മുകുന്ദരാജ ചെയർമാൻ, ജയരാമൻ വൈസ് ചെയർമാൻ, ഡോക്ടർ P. പത്മനാഭൻ ഗുരുവായൂർ ജനറൽ കൺവീനർ, അനൂപ് ശർമ്മ ജോയിന്റ് കൺവീനർ, ബിന്ദു രാജശേഖരൻ മാതൃസമിതി, നിനവ് VS ട്രഷറർ ഇവർ ഉൾപ്പെടുന്ന 101 അംഗ സമിതിയാണ് രൂപീകരിച്ചത്. ഡോക്ടർ P. പത്മനാഭൻ ഗുരുവായൂർ സ്വാഗതവും അനൂപ് ശർമ്മ നന്ദിയും പറഞ്ഞു. കേരള മുനിസിപ്പൽ കോർപ്പറേഷൻ വർക്കേഴ്സ് ഫെഡറേഷൻ CITU സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഗുരുവായൂർ നഗരസഭയ്ക്ക് മുന്നിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് PG സുബിദാസ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കമ്മിറ്റി അംഗം ഉണ്ണി വാറനാട്ട് അധ്യക്ഷനായി. ഗുരുവായൂർ നഗരസഭ യൂണിറ്റ് സെക്രട്ടറി PP ബ്രിജേഷ്, സുമ വിജയൻ എന്നിവർ സംസാരിച്ചു. കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന അവഗണന അവസാനിപ്പിക്കുക, ശമ്പള പരിഷ്കരണം ഉടൻ നടപ്പിലാക്കുക, താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുക, തസ്തികകളിൽ കാലോചിതമായ മാറ്റം വരുത്തുക തുടങ്ങി വിവിധ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയായിരുന്നു പ്രതിഷേധം. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കുന്നംകുളം സെന്റർ യൂണിറ്റ് 15ാം വാർഷിക സമ്മേളനം നടന്നു. ചിറളയം SCO ഹാളിൽ നടന്ന സമ്മേളനം നഗരസഭാ കൗൺസിലർ ജിഷ ബേബി ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് VT ശ്രീധരൻ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. ആന്റണി ജോസഫ് സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചടങ്ങിൽ സ്മേരം മുഖപത്ര പ്രകാശനം എഴുത്തുകാരനും സിനിമാ നടനുമായ VK ശ്രീരാമൻ സാംസ്കാരിക വേദി കൺവീനർ അന്നമ്മ ബെന്നിക്ക് നൽകിക്കൊണ്ട് നിർവഹിച്ചു. ഡോക്ടർ K. ശങ്കരനുണ്ണി മുഖപത്രത്തിന്റെ പുസ്തക പരിചയം നിർവഹിച്ചു. യൂണിറ്റ് സെക്രട്ടറി KK മുഹമ്മദ് ഉണ്ണി പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ T. മുഹമ്മദ് വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. M. യേശുദാസ് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് MK സുകുമാരൻ, ബ്ലോക്ക് സെക്രട്ടറി CG ജോബിരാജ്, ജില്ലാ കമ്മിറ്റി അംഗം KG പാർക്കുട്ടി, ബ്ലോക്ക് സാംസ്കാരിക വേദി കൺവീനർ VC ഗീവർഗീസ്, രക്ഷാധികാരികളായ പ്രൊഫസർ PS വിഷ്ണു, PM ചേറു തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് 2026-27 വർഷത്തേക്കുള്ള പുതിയ ഭാരവാഹികളായി
പ്രസിഡന്റ് VK ശ്രീധരൻ, സെക്രട്ടറി KK മുഹമ്മദുണ്ണി, ട്രഷറർ T മുഹമ്മദ് എന്നിവരെ തിരഞ്ഞെടുത്തു. PK വേലു വരണാധികാരിയായി. സമ്മേളനത്തിന് ജോയിന്റ് സെക്രട്ടറി ജബീന ജേക്കബ് സ്വാഗതവും വൈസ് പ്രസിഡന്റ് MK വസന്തകുമാരി നന്ദിയും പറഞ്ഞു. എരുമപ്പെട്ടി തോന്നലൂരിൽ ബൈക്ക് നിയന്ത്രണം വിട്ട് മതിലിലിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. ബൈക്ക് യാത്രക്കാരായ കുണ്ടുപറമ്പിൽ വീട്ടിൽ ശിവരാമൻ, ഭാര്യ ഗിരിജ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ എരുമപ്പെട്ടി എക്സ് പ്രവർത്തകർ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് വൈകിട്ട് 4:30-ക്കായിരുന്നു അപകടം. മമ്മിയൂർ സൗഹൃദ ക്ലബിന്റെ നേതൃത്വത്തിൽ രാഷ്ട്രപതിയുടെ വിശിഷ്ട സേവനത്തിനുള്ള മെഡലിനർഹനായ ഗുരുവായൂർ ACP C പ്രേമാനന്ദകൃഷ്ണനെ അനുമോദിച്ചു. ക്ലബ് ഓഫീസിൽ നടന്ന ചടങ്ങിൽ വാർഡ് കൗൺസിലർ KC സുനിൽ അധ്യക്ഷത വഹിച്ചു. ക്ലബ് രക്ഷാധികാരി അഡ്വക്കേറ്റ് VS ശിവശങ്കരൻ, സെക്രട്ടറി ലാസർ ചൊവ്വലൂർ, ട്രഷറർ ജെയ്സൺ പനക്കൽ, വൈസ് പ്രസിഡന്റ് ബൈജു മമ്മിയൂർ എന്നിവർ സംസാരിച്ചു. സമൂഹ നന്മയ്ക്ക് ആവശ്യമായതും ഉന്നമനത്തിനും വേണ്ട നിർദ്ദേശങ്ങൾ ACP ക്ലബ് അംഗങ്ങളോട് പങ്കുവച്ചു. പുന്നൂർക്കുളം ആൽത്തറ കുണ്ടനി ശ്രീ ദണ്ഡൻ സ്വാമി ക്ഷേത്രത്തിലെ വേല മഹോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഫെബ്രുവരി 1 വിശേഷാൽ പൂജകൾക്ക് ശേഷം ശാന്തി ആറ്റുപുറം പ്രഭാകരൻ കൊടിയേറ്റ് നിർവഹിക്കും. വൈകിട്ട് 6 മണിക്ക് മേളത്തോടുകൂടിയ നിറമാല ചുറ്റുവിളക്ക്, രാത്രി 9 പരൂർ ശിവക്ഷേത്രത്തിൽ നിന്നും നാട്ടുതാലവും ഉണ്ടായിരിക്കും. വേല ദിവസം വരെ വിശേഷാൽ പൂജകളും ദീപാരാധനയും നടക്കും. ഫെബ്രുവരി 4 UV കുണ്ടനിയുടെ ആഭിമുഖ്യത്തിൽ കലാസന്ധ്യ, കുന്നത്തൂർ ശ്രീ സരസ്വതി ബാലഗോകുലം അവതരിപ്പിക്കുന്ന നൃത്തനൃത്യങ്ങൾ, വിവിധ കലാപരിപാടികളും ഉണ്ടായിരിക്കും. ഫെബ്രുവരി 5 GCC UVയുടെ ആഭിമുഖ്യത്തിൽ കൊടുങ്ങല്ലൂർ ശ്രീരുദ്ര അവതരിപ്പിക്കുന്ന നാടൻപാട്ട് അവതരണവും ഉണ്ടാകും. 6-ാം തീയതി ദേശക്കൂട്ടം കുണ്ടനിയുടെ 11ാമത് വാർഷികോപഹാരമായി കൊച്ചിൻ ബ്ലൂ മാക്സ് അവതരിപ്പിക്കുന്ന ഗാനമേളയും ഉണ്ടാകും. വേല ദിവസമായ ഫെബ്രുവരി 7 ഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ, നെല്ല്, മലർ, അവിൽ എന്നിവയാൽ പറവെപ്പും 11 മണി മുതൽ പ്രസാദവൂട്ടും ഉണ്ടാകും. 6 മണിക്ക് വിവിധ ആഘോഷ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ 200ഓളം തെയ്യവും 100ഓളം കരിങ്കാളി എന്നിവയ്ക്ക് പുറമെ നാടൻ കലാരൂപങ്ങളോടുകൂടിയ വേലവരവും നടക്കും. തുടർന്ന് നിറമാല, ദീപാരാധന, മേളത്തോടുകൂടി ചുറ്റുവിളക്ക് എന്നിവയും രാത്രി 9 മണിക്ക് ഐശ്വര്യ കലാ സാംസ്കാരിക സമിതിയുടെ 38ാമത് വാർഷികോപഹാരത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം നവോദയ അവതരിപ്പിക്കുന്ന സുകുമാരി എന്ന നാടകത്തിന്റെ അവതരണവും നടക്കും. രാത്രി 12 മണിക്ക് 18ാം കർമ്മത്തോടുകൂടി വേല മഹോത്സവത്തിന് പരിസമാപ്തിയാകും. ക്ഷേത്രത്തിൽ കിട്ടിയ വഴിപാട് സാധനങ്ങൾ ഫെബ്രുവരി 8 9 മണിക്ക് ക്ഷേത്ര സന്നിധിയിൽ വെച്ച് ലേലം ചെയ്യുമെന്നും ഭാരവാഹികളായ CK ഷൺമുഖൻ, KM പ്രകാശൻ, MG സന്തോഷ്, ശ്രീഹരി എഴുത്തുപുരയ്ക്കൽ എന്നിവർ അറിയിച്ചു. ഈ കേരളത്തിൽ തന്നെ എവിടെയില്ലാത്തൊരു സംഭവമാണ് വരാൻ പോകുന്നത്. കുന്നത്തൂർ നവയുഗ ക്ലബ്ബുകാരന ഒരു ക്ലബ്ബ് കൂട്ടുണ്ട്. അവരുടെ 25ാം വാർഷികമാണ്. അപ്പം ആ 25ാം വാർഷികത്തോട് സംബന്ധിച്ചിട്ടാണ് 101 തറ അവരുടെ മാത്രം 50 കൊട്ടുകരും ഒറ്റ ക്ലബിന്റെ മാത്രം 101 തറ. അതൊരു പ്രത്യേകമായിട്ടാണ് നമുക്ക് നിങ്ങളോട് പറയാനുള്ളത്. 101 തറ ഒറ്റ കൂട്ടത്തിന്റെ നമ്മൾ ഈ കേരളത്തിൽ ഞങ്ങൾ പൊതുവെ അന്വേഷിച്ച് നോക്കി. ഒരു ക്ഷേത്രത്തിലും അങ്ങനെ ഒറ്റ ക്ലബിന്റെ, അതിൽ കൂടുതലൊക്കെ ഉണ്ടാവും, കപ്പളങ്ങാട് ഒന്നും ഇല്ലാന്ന് പറയുന്നില്ല കേട്ടോ, നമ്മൾ പല സ്ഥലത്തുണ്ട്. പക്ഷെ ഒരു ടീമിന്റെ 101 തറ ആദ്യമായിട്ടാണ് നമ്മൾ അറിഞ്ഞോടത്തോളം. ആ 101 തറ കുന്നത്തൂർ നവയുഗ ക്ലബിന്റെയാണ്. വെള്ളാറ്റഞ്ഞൂർ ശ്രീ കൂട്ടുമൂച്ചികൽ ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനാഘോഷം ഭക്തി നിർഭരമായി. രാവിലെ വിശേഷാൽ പൂജകൾ, നവകം, പഞ്ചഗവ്യം, ദീപാരാധന എന്നിവ നടന്നു. ക്ഷേത്ര ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി കീഴ്മുണ്ടയൂർ പരമേശ്വരൻ നമ്പൂതിരി മുഖ്യ കാർമ്മികനായി, ക്ഷേത്രമേൽശാന്തി നടുവിൽ മഠം ശ്രീനിവാസ അയ്യർ സഹകാർമ്മികനായി. ആഘോഷങ്ങൾക്ക് ക്ഷേത്രം ഭാരവാഹികളായ ഉണ്ണികൃഷ്ണൻ അമ്മാത്ത്, TP അജിത് കുമാർ, KS ബാബു, പ്രമോദ് മേനോൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഗുരുവായൂർ ടൗൺ യൂണിറ്റ് 34ാം വാർഷിക സമ്മേളനം സംഘടിപ്പിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി മെജോ ബ്രൈറ്റ് ഉദ്ഘാടനം ചെയ്തു. PI സൈമൺ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് PV ബാലചന്ദ്രൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. സെക്രട്ടറി P ശിവദാസൻ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ PR സുബ്രഹ്മണ്യൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. പച്ചക്കറിത്തോട്ട പരിപാലന കലാമത്സര വിജയികൾക്ക് സമ്മാനങ്ങൾ നൽകി. 75 വയസ്സ് കഴിഞ്ഞവരെ പ്രസിഡന്റ് M രവീന്ദ്രൻ പാരിതോഷികങ്ങൾ നൽകി ആദരിച്ചു. വരണാധികാരി ശങ്കരനാരായണൻ, M രതി ടീച്ചർ, VS രേവതി ടീച്ചർ, AR മാലിനി, ഡോക്ടർ UCG നമ്പൂതിരി, MK ദേവകി, KR ശശിധരൻ, MN നരേന്ദ്രകുമാർ എന്നിവർ സംസാരിച്ചു.
മമ്മിയൂർ ജംഗ്ഷനിലെ മേൽപ്പാല നിർമ്മാണത്തിന് ബജറ്റിൽ തുക വകയിരുത്തിയതിൽ സ്വാഗതം ചെയ്ത സമ്മേളനം ഗുരുവായൂർ കോയമ്പത്തൂർ ട്രെയിൻ സർവീസും താനൂർ റെയിൽവേ പാത നിർമ്മാണ നടപടികളും ആരംഭിക്കണമെന്നും ആവശ്യപ്പെട്ടു. ഭാരവാഹികളായി പ്രസിഡന്റ് എം രതി ടീച്ചർ, സെക്രട്ടറി പി ശിവദാസൻ, ട്രഷറർ പി ആർ സുബ്രഹ്മണ്യൻ എന്നിവരെ തെരഞ്ഞെടുത്തു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. വയലത്തൂർ സെന്റ് ഫ്രാൻസിസ് യു പി സ്കൂൾ 101 വാർഷികം പഞ്ചായത്ത് പ്രസിഡന്റ് ജിൽസി ബാബു ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് NMK നബീൽ അധ്യക്ഷത വഹിച്ചു. ഷാർജി ഇഗ്നേഷ്യസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. സ്കൂൾ ശതാബ്ദി സ്മരണിക മിഴി കവിയും മാധ്യമപ്രവർത്തകനുമായ പൂർവ്വ വിദ്യാർത്ഥി സുബീഷ് തെക്കൂട്ട് പ്രകാശനം ചെയ്തു. നൂറ്റാണ്ടിന്റെ ഓർമ്മപ്പൂക്കൾ ഡോക്യുമെന്ററി പ്രദർശനം സംവിധായകൻ സുജിത് ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു. സ്മരണിക പത്രാധിപർ IB അബ്ദുറഹ്മാൻ, നോൺമീൽ ഓഫീസർ ജിൻസ് ലാസറസ്, PTA പ്രസിഡന്റ് ഷെബീബ്, മാതൃസമിതി പ്രസിഡന്റ് ഫഹിമ, സ്കൂൾ ലീഡർ അഫിദ, മുൻ പ്രധാനാധ്യാപകൻ TA ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു. കലാകായിക വിജ്ഞാന മത്സര വിജയികൾക്ക് ട്രോഫികൾ നൽകി. സ്റ്റാഫ് പ്രതിനിധി ഫ്രാൻസിസ് ആന്റണി സ്വാഗതവും പ്രധാന അധ്യാപിക ബിജി പോൾ നന്ദിയും പറഞ്ഞു. നാല് ദിവസങ്ങളിലായി ആഘോഷിച്ച കടിക്കാട് ശ്രീ കരിമ്പനക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ വേല മഹോത്സവം സമാപിച്ചു. ജനുവരി 27 മുതൽ 30 വരെയുള്ള ദിവസങ്ങളിലായിരുന്നു ഉത്സവാഘോഷം. 27-ന് കാലത്ത് 7 മണിക്ക് ക്ഷേത്രമേൽശാന്തി കണ്ണൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ കൊടിയേറ്റം നടത്തി. തുടർന്ന് ദേവീസന്നിധിയിൽ പൊങ്കാല സമർപ്പണവും ഉണ്ടായിരുന്നു. വേല ദിവസം വരെ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും ചുറ്റുവിളക്ക്, താലം എന്നിവ ഉണ്ടായി. പൂജകൾക്ക് ക്ഷേത്രം തന്ത്രി ശശിധരൻ ഭട്ടതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ശാന്തിമാരായ മേൽശാന്തി കണ്ണൻ നമ്പൂതിരി, അമ്പാടി വിഷ്ണു എന്നിവർ സഹകാർമ്മികരായി. 29-ന് കടിക്കാട് യുവസംഘം ഉത്സവാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉത്സവവരവ് നടന്നു. രാത്രി 8-ന് കടിക്കാട് ശിവശക്തി ഉത്സവാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നർത്തന ഐനൂരും ശ്രീ ദുർഗാ വടക്കേകാടും അവതരിപ്പിച്ച വീരനാട്യം അരങ്ങേറി. രാത്രി 12-ന് മാതൃസമിതി കടിക്കാടും വിവിധ ഉത്സവാഘോഷ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ താലപ്പൊലിയുമുണ്ടായി. ഉത്സവ ദിവസമായ 30-ന് വെള്ളിയാഴ്ച രാവിലെ വിശേഷാൽ പൂജകൾക്ക് ശേഷം പറവെപ്പ്, പട്ടുംതാലി സമർപ്പണം. ഉച്ചയ്ക്ക് 2:30 മുതൽ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന തിറ, കരിങ്കാളി, പൂതം, തെയ്യം തുടങ്ങിയ നാടൻ കലാരൂപങ്ങളോടുകൂടിയെത്തിയ വേലവരവ് 7 മണിക്ക് ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചേർന്നു. പുലർച്ചെ 2-ന് നടത്തിയ താലത്തോടുകൂടി വേലമഹോത്സവത്തിന് പരിസമാപ്തിയായി. ഉത്സവാഘോഷത്തിന് ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് CK സുമേഷ് കടിക്കാട്, സെക്രട്ടറി ഷിമോദ് കാട്ടിശ്ശേരി, ട്രഷറർ അനിൽകുമാർ പേരോത്ത്, മറ്റു ഭാരവാഹികളായ രാജൻ പയ്യർലി, KP രഗീഷ്, ശശി പൊറ്റയിൽ, സജിത വിജിത്ത്, സുന്ദരി ശ്രീധരൻ, അംബിക രാജൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. വടക്കേക്കാട് തണൽ ഡയാലിസിസ് സെന്ററിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മെഡിക്കൽ ക്യാമ്പ് ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK ഷീബു ഉദ്ഘാടനം ചെയ്തു. തണൽ ഡയാലിസിസ് സെന്ററിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NMK നബീൽ അധ്യക്ഷനായി. വടക്കേക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസി, പുന്നയൂർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ഹസൻ തളികശ്ശേരി, പുന്നയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് റസ്ല, വാർഡ് മെമ്പർ ബീന സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. തണൽ ചെയർമാൻ തടാകം കുഞ്ഞിമുഹമ്മദ് ഹാജി മുഖ്യാതിഥിയായി. ദന്തപരിശോധനാ ക്യാമ്പിന് ഡോക്ടർ ഷഹീറും നേത്ര പരിശോധനയ്ക്ക് ഡോക്ടർ ഷിഖയും നേതൃത്വം നൽകി. തണൽ പ്രസിഡന്റ് അറക്കൽ മാമുണ്ണി ഹാജി, ട്രഷറർ മുഹമ്മദ് അലി എന്നിവർ നേതൃത്വം നൽകി. വൈസ് പ്രസിഡന്റ് സക്കറിയ കുന്നച്ചം വീട്ടിൽ സ്വാഗതവും ജനറൽ സെക്രട്ടറി ലത്തീഫ് മാസ്റ്റർ നന്ദിയും പറഞ്ഞു. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ തൃശൂർ അമല ആശുപത്രിയുമായി സഹകരിച്ച് കോളേജിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ വിജോയ് PS അധ്യക്ഷനായി. ഗുരുവായൂർ CI മഹേഷ്, ഡോക്ടർ വിനു വിപിൻ, NSS പ്രോഗ്രാം ഓഫീസർമാരായ ഡോക്ടർ സുരേഷ് V നമ്പൂതിരി, ഡോക്ടർ ഗായത്രി എന്നിവർ സംസാരിച്ചു. 100ഓളം പേർ രക്തദാനം നടത്തി. മഹാത്മാഗാന്ധിയുടെ 78ാമത് രക്തസാക്ഷി ദിനം കടങ്ങോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. പന്നിത്തടം സെന്ററിൽ രാഷ്ട്രപിതാവിന്റെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി പ്രണാമം അർപ്പിച്ചു. മണ്ഡലം പ്രസിഡന്റ് ഷർഫു പന്നിത്തടം അധ്യക്ഷനായ ചടങ്ങ് കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് വിഷയകുമാർ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് ഭാരവാഹികളായ OS വാസുദേവൻ, സലാം വലിയകത്ത്, അക്ബർ അലി, PV പ്രസാദ്, TK സുബ്രഹ്മണ്യൻ, മണ്ഡലം ഭാരവാഹികൾ, INTUC നേതാക്കൾ തുടങ്ങിയവർ സംസാരിച്ചു. മണ്ഡലം സെക്രട്ടറിമാരായ അനീഷ് സ്വാഗതവും VM ഇബ്രാഹിം നന്ദിയും പറഞ്ഞു. താമരയൂർ ശ്രീ താഴിശ്ശേരി ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷം വാദ്യാഘോഷങ്ങളോടും വിവിധ കലാപരിപാടികളോടും കൂടി ആഘോഷിച്ചു. രാവിലെ വിശേഷാൽ പൂജകൾ നടന്നു. 8 മണിക്ക് ക്ഷേത്രം തന്ത്രികൾ ബ്രഹ്മശ്രീ ഉല്ലാസ് മോഹന്റെ കാർമ്മികത്വത്തിൽ വാദ്യാഘോഷങ്ങളോടെ ബ്രഹ്മകലശം എഴുന്നള്ളിപ്പുണ്ടായി. ഉച്ചയ്ക്ക് പഞ്ചവാദ്യം, 4 മണിക്ക് അനീഷ് നമ്പീശൻ നേതൃത്വം വഹിച്ച ചെണ്ടമേളം എന്നിവ നടന്നു. താണ്ഡവ് കലാസമിതിയുടെ തിറ, പൂതൻ, സമന്വയ കലാസമിതിയുടെ ശിങ്കാരിമേളം, സോപാനം കലാലയത്തിന്റെ കരിങ്കാളി എന്നിവ ആഘോഷത്തെ വർണ്ണാഭമാക്കി.
രാവിലെ 11 മുതൽ ഭക്തജനങ്ങൾക്കായി അന്നദാനം നടത്തി. വൈകിട്ട് ദീപാരാധന, കേളി, കൊമ്പുപറ്റ്, വാദ്യമേളത്തിന്റെ അകമ്പടിയോടെയുള്ള പാൽക്കുടം എഴുന്നള്ളിപ്പ്, ഗുരുതി എന്നിവയോടെ ആഘോഷങ്ങൾക്ക് സമാപനമായി. പന്നിത്തടം ജനറൽ വർക്കേഴ്സ് INTUC യൂണിയന്റെ നേതൃത്വത്തിൽ രാഷ്ട്രപിതാവിന്റെ 78ാമത് രക്തസാക്ഷി ദിനാചരണം നടത്തി. യൂണിയൻ പ്രസിഡന്റ് ഷർഫു പന്നിത്തടം ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി അക്ബർ അലി സ്വാഗതം പറഞ്ഞു. വൈസ് പ്രസിഡന്റ് OS വാസുദേവൻ, ഖജാൻജി സലാം വലിയകത്ത്, ലീഡർ ഷൈജൻ, MP സിജോ എന്നിവർ ഗാന്ധി അനുസ്മരണ പ്രഭാഷണം നടത്തി. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 14,720 രൂപ, പവന് 1,17,760 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 350 രൂപ. ചരമം മന്ദലാംകുന്ന് കിണർ CATU ഓഫീസിന് പടിഞ്ഞാറ് ഭാഗം താമസിക്കുന്ന കൊന്നമക്കൽ കബീർ നിര്യാതനായി. 54 വയസ്സായിരുന്നു. ഖബറടക്കം മന്ദലാംകുന്ന് ജുമാഅത്ത് പള്ളി ഖബർസ്ഥാനിൽ നടത്തി. സുഹറയാണ് ഭാര്യ. അജ്മൽ, ഷൈമ എന്നിവർ മക്കളാണ്. കടപ്പുറം കിഴക്കേ ബ്ലാങ്ങാട് വൈലി ക്ഷേത്രത്തിന് വടക്കുവശം താമസിക്കുന്ന പരേതനായ കറുപ്പം വീട്ടിൽ ഉമ്മർ ഭാര്യ സാറു നിര്യാതയായി. 76 വയസ്സായിരുന്നു. സുഹറ, കബീർ, ഷാജിദ, അമീർ എന്നിവർ മക്കളാണ്. ഖബറടക്കം മണത്തല ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇ ശ്രീധരൻ നിർദ്ദേശിച്ച അതിവേഗ റെയിൽ പദ്ധതിയാണ് കൂടുതൽ പ്രായോഗികമെന്ന് കോൺഗ്രസ് നേതാവ് K മുരളീധരൻ. BJP-കാരനാണെങ്കിലും റെയിൽവേ സാങ്കേതികവിദ്യയുടെ അറിവിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ പ്രാവീണ്യം കുറച്ചു കാണേണ്ടതില്ലെന്നും മുരളീധരൻ. നരേന്ദ്രമോദിക്കും പിണറായി വിജയനും ഒരേ ശബ്ദമാണെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ MP. യൂത്ത് കോൺഗ്രസ് പാലക്കാട് ജില്ലാ പ്രസിഡന്റ് KS ജയഘോഷ് നയിക്കുന്ന പദയാത്ര കൂറ്റനാട് സെന്ററിൽ ഷാഫി ഉദ്ഘാടനം ചെയ്തു. പത്തു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കാവിലക്കാട് ദേവീക്ഷേത്രത്തിലെ പൂരമഹോത്സവത്തിന് മാറ്റുകൂട്ടി ഗംഭീര വെടിക്കെട്ട്. നിയന്ത്രണങ്ങളുടെ പേരിൽ വർഷങ്ങളായി കുന്നംകുളം മേഖലയിലെ ഉത്സവങ്ങളിൽ നിന്നും അകന്നുനിന്ന വെടിക്കെട്ട് തിരിച്ചെത്തിയപ്പോൾ പൂരപ്രേമികൾക്ക് ആവേശ കാഴ്ചയായി. പന്തലൂർ പൂരത്തിനും വെടിക്കെട്ടിന് അനുമതി. HMC കമ്മിറ്റിയുടെ വെടിക്കെട്ട് ഞായറാഴ്ച വൈകിട്ട് 7:30. ഗുരുവായൂർ ബ്രഹ്മകുളത്ത് SFI പ്രവർത്തകനായ ഫാസിലിനെ കൊലപ്പെടുത്തിയ കേസ് പ്രതികളായിരുന്ന RSS BJP പ്രവർത്തകരെ തൃശൂർ 1-ാം അഡീഷണൽ സെഷൻസ് കോടതി വെറുതെ വിട്ടു. പ്രോസിക്യൂഷന് സംശയാസ്പദമായി കേസ് തെളിയിക്കാൻ കഴിഞ്ഞില്ലെന്ന് കോടതി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. കുന്നംകുളം യേശുദാസ് റോഡ് കാക്രാട്ടെ ജോൺസൺ ഭാര്യ ലിസിയുടെ 7ാം ചരമവാർഷികം ആചരിക്കുന്നു. പരേതയുടെ പാവന സ്മരണകൾക്ക് മുമ്പിൽ ദുഃഖാർത്തരായ കുടുംബാംഗങ്ങൾ.